ഈസാ നബിയെ കബറടക്കുന്നതെന്നറിയോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകും, ഈസാ നബിയെ കബറടക്കും. എവിടെ ഈസാ നബിയെ കബറടക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിലോട്ട് കടന്നു ചെല്ലുമ്പോ, ബാബു സലാമിലൂടെ കടന്നു ചെല്ലുമ്പോ ആദ്യം നമുക്ക് കാണാം വെള്ളപ്പരവതാനി വിരിച്ച കുറച്ച് സ്ഥലം. എല്ലായിടത്തും ചുവപ്പ് കാർപ്പറ്റാണ്, വെളുപ്പ് കാർപ്പറ്റിൽ ചിത്രപ്പണിയുള്ള ഒരൽപ്പ സ്ഥലം കാണാം. ആ സ്ഥലമാണ് ലോകത്തിലെ സ്വർഗം, ഭൂമിയിലെ സ്വർഗം. മാബൈന ബൈതീവ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. സ്വർഗത്തിലെ, ഭൂമിയിലെ സ്വർഗത്തിൽ നിൽക്കാൻ കഴിയണം മുസ്ലിമേ. കണ്ണ് നിറഞ്ഞു പോയി 2 റക്അത്ത് നിസ്കരിച്ച സ്ഥലമാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടോ? ഭൂമിയിലൊരു സ്വർഗമുണ്ടോ? ഭൂമിയിലൊരു സ്വർഗമുണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, ഖബർ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, മീസാൻ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, ഹിസാബ് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, സിറാത്ത് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, നന്മതിന്മകൾ തൂക്കിയതിന് ശേഷമുള്ള സ്വർഗമല്ല. എന്റെ സഹോദരങ്ങളെ, ഭൂമിയിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം എവിടെയെന്നറിയുമോ? ധ്രുവത്തൊപ്പിയണിഞ്ഞ നൈനിറ്റാളിലല്ല, ആപ്പിളുകൾ തൂങ്ങിക്കിടക്കുന്ന കാശ്മീരിന്റെ സിയാച്ചിൻ മലനിരകളിലല്ല, മിസിസിപ്പിയിലല്ല, യൂറോപ്പിലല്ല, ലണ്ടനിലല്ല, സാൻ ഫ്രാൻസിസ്കോയിലല്ല. ഭൂമിയിലൊരു സ്വർഗമുണ്ടത്രേ, ഭൂമിയിലൊരു സ്വർഗമുണ്ടത്രേ. ആ സ്വർഗം എവിടെയെന്നറിയുമോ? ആ സ്വർഗം എവിടെ നിന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ, എന്റെ പ്രവാചകന്, എന്റെ നേതാവ് നാളെ സിറാത്തിൽ കൈപിടിക്കേണ്ട, നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചാനയിച്ചു പോകേണ്ട ഹൗലിന്റെ നായകനെ, വസീലയുടെ നായകനെ, മഖാമ് മഹ്മൂദിന്റെ നായകനെ, അല്ലാഹുവിന്റെ റസൂല് വുളു എടുത്തിട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോയ സ്ഥലം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ലോകത്തൊരു പ്രവാചകൻ ജീവിച്ചിരുന്നു. ആ പ്രവാചകൻ ബാങ്ക് കേട്ടപ്പോൾ വുളു എടുത്തിട്ട് പള്ളിയിലോട്ട് കയറിപ്പോയ സ്ഥലം, ആ പ്രവാചകന്റെ പാപം പതിഞ്ഞ സ്ഥലം. ആ സ്ഥലം എന്താ എന്നറിയുമോ? അല്ലാഹു പറഞ്ഞു, ഇത് ഭൂമിയിലെ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ഒരു പ്രവാചകൻ നടന്ന സ്ഥലം പോലും സ്വർഗമായി മാറി. ആ ഭൂമിയിലെ സ്വർഗത്തിലൊന്ന് നെറ്റിവെക്കാൻ, അവിടെ ഒന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ വെള്ളക്കാരൻ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ, അറബികൾ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ ഞാൻ ഓർത്തുപോയി, ഇവിടെ തിരമാല ഒഴുകുമോ? ഇവിടെ തിരമാല ഒഴുകുമോ? ആളുകളുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകുന്നു. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ. ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം കരഞ്ഞാൽ 3/4 ഗ്രാം കണ്ണുനീരേ വരൂ എന്നാണ് സയൻസ് പറയുന്നത്. സയൻസേ നിനക്ക് തെറ്റിപ്പോയി. എന്റെ പ്രവാചകന്റെ റൗളയിൽ കരഞ്ഞപ്പോൾ വന്നത് 3/4 ലിറ്റർ അല്ല, 3/4 ഗ്രാം എന്നാണ് സയൻസ് പറയുന്നത്. ലിറ്ററോളം കണ്ണുനീരൊഴുകിയ സ്ഥലം അല്ലാഹുവിന്റെ റസൂലിന്റെ പൂങ്കാവനം. വബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. ആ സ്വർഗ പൂന്തോപ്പ് കഴിഞ്ഞാല് വലത് ഭാഗത്തൊരു മിമ്പർ കാണാം. അല്ലാഹുവിന്റെ റസൂല് ഖുത്ബ നിർവഹിച്ച മിമ്പർ, അല്ലാഹുവിന്റെ റസൂല് കയറി നിന്ന മിമ്പർ. അത് കഴിയുമ്പോൾ ഒരു സ്വർണത്തിന്റെ കളറുള്ള കൂടാരം കാണാം. ആ കൂടാരത്തിന്റെ ഭാഗത്തോട്ട് കടന്നു ചെല്ലുമ്പോ നമ്മൾ കാണാം 2 ഹോളുകൾ കാണാം. ആ ഹോളുള്ള വാതിലിന് ആദ്യം കാണുന്നത് 2 ഹോളാണ്. അതിന്റെ മുകൾ ഭാഗത്ത് ഖുർആന്റെ ഒരായത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വകാന മുഹമ്മദുൻ നബാ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയാനുള്ള ആവേശത്തോടെ കടന്നു ചെല്ലുമ്പോ ആദ്യം ഒരു ഗ്രില്ല് കാണാം. ആ ഗ്രില്ലിൽ ഒരാളുടെയും ഖബറില്ല, അവിടെ ഒരാളെയും അടക്കം ചെയ്തിട്ടില്ല. 2ാമത്തെ ഗ്രില്ലിലാണ് പ്രവാചകനെ ഖബറടക്കിയിരിക്കുന്നത്. ആദ്യം ഒഴിച്ചിട്ടിരിക്കുന്ന ഗ്രില്ലിന്റെ ഭാഗം, അവിടെയാണ് ഈസാ നബിയെ ഖബറടക്കം ചെയ്യാൻ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമെന്ന്. ആദ്യം കാണുന്ന ഗ്രില്ലിന്റെ ഭാഗത്താണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ. ലോകാവസാനത്തെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് പറയാൻ ആർക്കാണ് കഴിയുക? ഇറങ്ങി വരാൻ പള്ളിയിൽ ഒരു മിനാരം ഒഴിച്ചിട്ടിരിക്കുന്നു, ഖബറടക്കാൻ റസൂലുള്ളാഹിയുടെ ചാരത്ത് സ്ഥലവും ഒഴിച്ചിട്ടിരിക്കുന്നു. ഈസാ നബി അവിടെയാണ് ഖബറടക്കുന്നതെന്ന് ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം